ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്ന് സമാപിക്കും. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് സമാപന ചടങ്ങുകൾ നടക്കുന്നത്. 64 കോടിയോളം പേർ ഇത്തവണ കുംഭമേളയ്ക്കെത്തി എന്നാണ് കണക്കുകൾ. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, ശിവരാത്രി ദിവസമാണ് ഏറ്റവും അധികം തിരക്ക് പ്രയാഗ്രാജിൽ ഉണ്ടാകാൻ, കുംഭമേളയിൽ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങൾ, വലിയ ഒരുക്കങ്ങൾ അവിടെ ഉണ്ടാകും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ, ബൽറാം? വിജയകുമാർ, കഴിഞ്ഞ 44 ദിവസമായി രാജ്യത്തെ വിശ്വാസികൾ മുഴുവൻ ഒഴുകിയെത്തുകയാണ് പ്രയാഗ്രാജിലേക്ക്. ഈ കാലത്തോളം ഇവിടെ എത്താൻ കഴിയാത്ത വിശ്വാസികൾ, അത് ഉത്തർപ്രദേശിനകത്തു നിന്നുള്ളവർ, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർ, ഒപ്പം തന്നെ വിദേശങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ഇന്നും ഈ പുണ്യസ്നാനം തേടി ഈ സംഗമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് സംഗമത്തിലേക്കുള്ള കാത്തുനിൽപ്പാണ്. 10,000-കണക്കിന് പേർ ഇപ്പോഴും ബാരിക്കേഡുകൾക്ക് പിന്നിൽ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഈ ആളുകളുടെ വലിയ തിരക്ക് ഒഴിവാക്കുന്നതിനായി ഇടയ്ക്കിടെ ബാരിക്കേഡുകൾ തീർത്ത് അവിടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി സംഗമത്തിൽ സ്നാനം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ആദ്യം പോകാൻ അവസരം നൽകി. പിന്നീടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സംഗമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അടുത്തുള്ള ഗേറ്റുകൾ തിരിച്ചു പോകുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നു. ദൂരെയുള്ള ഏതാണ്ട് സംഗമത്തിന് സമീപത്തു നിന്നും 15 കിലോമീറ്ററോളം നടന്ന് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് ഇവിടെ സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. കിലോമീറ്ററുകൾക്ക് അകലെ തന്നെ വാഹനങ്ങൾ വഴിതിരിച്ച് ഇത്തരത്തിൽ തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് മാത്രം 2 കോടിയോളം തീർത്ഥാടകർ സ്നാനത്തിനായി ത്രിവേണി സംഗമത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങളായി 1.25 കോടിയോളം ആളുകളായിരുന്നു പ്രതിദിനം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതിനായി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും അവസാന ദിവസമാണ്. ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് മഹാശിവരാത്രി ദിവസത്തെ സ്നാനം എന്നുള്ളത്. ആദ്യ 3 സ്നാനങ്ങൾ സന്യാസി സമൂഹത്തിനായിരുന്നു എങ്കിൽ അവസാന സ്നാനം, ശിവരാത്രി സ്നാനം എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്നുമുണ്ട്. ഈ സ്നാനം കഴിഞ്ഞ് മടങ്ങുന്നവർ, സ്നാനത്തിനായി ഇപ്പോഴും കാത്തു നിൽക്കുന്നവർ എല്ലാം തന്നെ അവസാന അവസരം, അവസാന ദിവസം ഈ ഒരു സ്നാനത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി ആളുകൾ, പല പ്രായങ്ങളിൽ നിന്നുള്ളവർ, ഒപ്പം തന്നെ പല ദേശങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരും തന്നെ അതിരാവിലെ 3:30 മുതൽ ഇന്ന് സ്നാനം ത്രിവേണി സംഗമത്തിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അവിടേക്കുള്ള ഒഴുക്ക്, ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. തീർത്ഥാടകർ ഏതാണ്ട് 64 കോടിയോളം തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ 44 ദിവസങ്ങളിൽ എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ ലഭ്യമാക്കുന്ന കണക്ക്. 45 കോടിയോളം പേരെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അതിനേക്കാൾ 20 കോടി അധികം തീർത്ഥാടകർ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവസാന ദിവസവും തിരക്കിന് കുറവല്ല, കൂടുതലാണ്. ഈ 144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മഹാകുംഭമേള പ്രയാഗ്രാജിൽ എത്തുന്നത്. ഒരു പുണ്യം തേടിക്കൊണ്ട് തന്നെയാണ് വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് കുംഭമേളയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അടുത്ത കുംഭമേള ഇനി നാസിക്കിലാണ് 2027 നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഇനിയൊരു കുംഭമേളയ്ക്ക് വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. 2031 പ്രയാഗ്രാജിൽ ഇനി അടുത്ത കുംഭമേള നടക്കുക. അവസാന ദിവസവും വലിയ ജനത്തിരക്ക് തന്നെ അധികൃതർ കണക്കാക്കിയ, സുരക്ഷാ ഉദ്യോഗസ്ഥർ കണക്കാക്കിയ അതിനേക്കാൾ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു. ആളുകൾ തിക്കും തിരക്കും ബാരിക്കേഡുകൾക്ക് സമീപം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. അത്രത്തോളം വലിയ ജനത്തിരക്ക് ഈ അവസാന ദിവസവും സമാപന ദിവസവും പ്രയാഗ്രാജിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ, ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ പോലീസും മറ്റ് അർദ്ധസൈനികരും ക്രമീകരിച്ചിരിക്കുന്നത്. വിജയകുമാർ, 44 ദിവസം 64 കോടി പേർ, ഇതാണ് ഔദ്യോഗിക കണക്ക്. ഇന്ന് തന്നെ ഏതാണ്ട് 3 കോടി അധികം ആളുകൾ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചത്. വിശദാംശങ്ങളാണ് പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നൽകിയത്.